ആമസോൺ അലക്സ കണക്ക്, ഗൂഗിൾ അസിസ്റ്റൻ്റ് കണക്ക്, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സെരി കണക്ക് വോയിസ് കമാൻഡബിൾ ആയിട്ടുള്ള ഒരു റോബോട്ടിക് കാർ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. യു ആർ വാച്ചിങ് TBE. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വോയിസ് കൺട്രോൾഡ് കാർ അല്ലെങ്കിൽ വോയിസ് കൺട്രോൾഡ് റോബോട്ട് എങ്ങനെ നിർമ്മിക്കുക എന്നതാണ്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനം ഇതാണ്. നമ്മളിത് 2-3 പ്രൊജക്റ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ എന്ന് പറയുന്ന HC05 ആയിട്ടുള്ള മാസ്റ്റർ സ്ലേവ് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു വോയിസ് കൺട്രോൾഡ് കാർ അല്ലെങ്കിൽ വോയിസ് കൺട്രോൾഡ് റോബോട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കുള്ള ബേസിലുള്ള വർക്കാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്ലൈഡിലെ കണക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഈ ഒരു മോട്ടോർ ഡ്രൈവറിൻ്റെ വയറിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു മോട്ടറിൽ നിന്ന് 2 വയർ വരും. അത് നമ്മുടെ ഈ മോട്ടോർ ഡ്രൈവറിൻ്റെ ലെഫ്റ്റും റൈറ്റിലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ എല്ലാ പ്രൊജക്റ്റിലും ചെയ്യുന്നതാണ്. അത് തന്നെയാണ് ഇത്ര സ്പീഡിൽ ഓടിച്ചു വിടുന്നത്. അടുത്തതായിട്ട് നമ്മുടെ സ്വിച്ചിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ സ്വിച്ചിലേക്ക് നമ്മുടെ പോസിറ്റീവിൻ്റെ വയർ ആദ്യം സ്വിച്ചിൽ കയറി, പിന്നെ അത് പുറത്തേക്ക് വന്ന് അത് നമ്മുടെ ഈ ഒരു മോട്ടോർ ഡ്രൈവറിൻ്റെ 12 വോൾട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ടിലേക്ക് നമ്മൾ 2 വയർ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ പോസിറ്റീവ്, അതായത് ചുവന്ന വയറെടുത്ത് നമ്മുടെ 12 വോൾട്ടിലേക്ക് കൊടുക്കുന്നു. നമ്മുടെ മോട്ടോർ ഡ്രൈവറിൻ്റെ 12 വോൾട്ടിലേക്കും ഗ്രൗണ്ടിലേക്കുമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ പവർ ചെയ്യാനുള്ള 12 വോൾട്ട് പവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് കണക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. 12 വോൾട്ട് 1.2 ആംപിയറിൻ്റെ ഒരു ബാറ്ററി. പിന്നെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിലേക്ക് വരുന്ന ഡാറ്റ പിന്നാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 4 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അത് നമ്മുടെ ആർഡിനോ ബോർഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആർഡിനോ ബോർഡിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നൊക്കെ കാണാം. അതായത് 3, 4, 5, 6 എന്ന് പറയുന്ന ആ ഒരു പിന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ സാധനം, അതായത് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളാണ് HC05 ബ്ലൂടൂത്ത് മൊഡ്യൂൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പിന്ന് ഉണ്ട്. ഇതിൻ്റെ അകത്ത് RX, TXD, ഗ്രൗണ്ട്, VCC. അപ്പോൾ ഇതിൻ്റെ അകത്ത് RXDയും TXDയും ഗ്രൗണ്ടും VCC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 വയർ ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ RXDയും TXDയിലേക്കും വയർ കണക്ട് ചെയ്തു. ഇനി ഗ്രൗണ്ടും VCCയും അതും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മുടെ ഈ ഒരു കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ RXDയും TXD ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല, ഗ്രൗണ്ടും VCCയും. അതായത് നമ്മുടെ ഈ ഒരു ആർഡിനോ ബോർഡിൻ്റെ അകത്ത് 5 വോൾട്ട് ഗ്രൗണ്ട്, വീണ്ടും ഒരു ഗ്രൗണ്ട്, പിന്നെ ഒരു VCC എന്ന് പറയുന്ന 4 കണക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് 5 വോൾട്ടിലേക്കും ഗ്രൗണ്ടിലേക്കുമാണ് നമ്മുടെ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന VCC എടുത്ത് 5 വോൾട്ടിലേക്കും ഗ്രൗണ്ടിലേക്കും നമ്മൾ കണക്ട് ചെയ്യുന്നു. അത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് കണക്റ്റ് ആക്കി. ഇനി നമ്മുടെ RXും TXും നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നിന്ന് വരുന്ന അത് നേരെ തിരിച്ചാണ് കൊടുക്കുന്നത്. RX TXലേക്കും TX RXലേക്കും. അത് നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ കണക്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മെഷീൻ വർക്കാവാൻ ചാൻസ് അല്ല, വർക്കാവില്ല. പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു. നമ്മുടെ ഈ ഒരു ആർഡിനോ ബോർഡിലേക്കൊക്കെ ഉള്ള പവർ നമ്മൾ കൊടുക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ 2 വയർ ഈ ഒരു നമ്മുടെ ഈ മോട്ടോർ ഡ്രൈവറിൻ്റെ അകത്തൊരു 5 വോൾട്ടിൻ്റെ ഒരു പവർ വരുന്നുണ്ട്. അതിൻ്റെ അകത്തേക്കും നമ്മളുടെ കോമൺ ഗ്രൗണ്ടിലേക്കും എടുത്തിട്ടുണ്ട്. കോമൺ ഗ്രൗണ്ടിൽ നിന്നും വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ 5 വോൾട്ട് നമ്മുടെ ആർഡിനോ ബോർഡിലേക്ക് ഡയറക്റ്റും ഗ്രൗണ്ടിലേക്കും കൊടുത്ത് നമ്മുടെ ആർഡിനോ ബോർഡ് പവർ ചെയ്യാനുള്ളതും നമ്മുടെ ഈ മോട്ടോർ ഡ്രൈവറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഫോർവേഡ്, ലെഫ്റ്റ്, right, keep watch in all directions. Stop. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് വോയിസ് കൺട്രോൾഡ് കാർ അല്ലെങ്കിൽ വോയിസ് കൺട്രോൾഡ് റോബോട്ട് നമ്മുടെ ആപ്പിളിൻ്റെ സിരിയും ഗൂഗിളിൻ്റെ ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ പോലെ ഉള്ള ഒരു വോയിസ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റോബോട്ട് എങ്ങനെ നിർമ്മിക്കാം എന്നായിരുന്നു നമ്മൾ നോക്കിയത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടുന്നതായിരിക്കും. ഇറ്റ്സ് മീ അജിത് വി അനിൽ സൈനിങ് ഔട്ട്.